ആദ്യം DMK-യിൽ ചേരുന്നു. DMK തമിഴ്നാട് മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അതിന് ദേശീയ തലത്തിൽ വലിയ ഭാവിയില്ല എന്ന് മനസ്സിലാക്കി പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ വക്താവ് എന്നുള്ള സ്ഥാനം നൽകിയൊക്കെ സ്വീകരിക്കുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് കോൺഗ്രസും ശരിയല്ല എന്ന് പറഞ്ഞ് BJP-യിലേക്ക് ചേരുന്നു. BJP ദേശീയ നിർവാഹക സമിതിയിലടക്കം ഒരു സ്ഥാനം കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ BJP തന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് നടി ഖുഷ്ബുവിനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത്. ആദ്യം DMK-യിലായിരുന്നു അവരുണ്ടായിരുന്നത്, പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ വക്താവായിരുന്നു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട BJP-യിലേക്ക് പോകുന്നു. BJP-യിലേക്ക് പോകുന്ന സമയത്ത് ഖുഷ്ബു പറഞ്ഞത് ബുദ്ധിയുള്ള ഒരു സ്ത്രീയെ കോൺഗ്രസിന് ആവശ്യമില്ല എന്നാണ്. അത്തരത്തിലൊക്കെ ഡയലോഗ് അടിച്ചിട്ടാണ് ഖുഷ്ബു BJP-യിലേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ BJP-യിൽ ഖുഷ്ബുവിന്റെ അവസ്ഥ കുറച്ചധികം പരിതാപകരമാണ്. കാരണം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഖുഷ്ബുവിന്റെ ഒരു ഫോൺ സംഭാഷണം ലീക്കായിരുന്നു. അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ ഖുഷ്ബുവിനോട് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണമാണ് ലീക്കായിട്ടുള്ളത്. ഈ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത്, സമീപകാലത്തായി ഖുഷ്ബു എന്ന് പറയുന്ന BJP-യുടെ നേതാവിനെ BJP-യുടെ പരിപാടികളിലൊന്നും കാണുന്നില്ല, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാണാത്തത് എന്നാണ് ഖുഷ്ബുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഖുഷ്ബു പറയുന്നത്, എന്നെ BJP-ക്കാർ ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല, ഇനി ഏതെങ്കിലും പരിപാടിക്ക് BJP-ക്കാർ ക്ഷണിക്കാറുണ്ട് എങ്കിൽ അത് അവസാന സമയത്താണ് ക്ഷണിക്കാറുള്ളത്. ഇത്തരത്തിൽ അവസാന സമയത്ത് ക്ഷണിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കവിടെ പോകാൻ പറ്റുന്നില്ല എന്നാണ് ഖുഷ്ബു പറഞ്ഞത്. ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടി BJP-ക്കെതിരെ നടി ഖുഷ്ബു ഉയർത്തിയ പരാതി വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം തന്റെ ഫോൺ സംഭാഷണം തന്റെ അനുമതിയില്ലാതെ പുറത്തുവിട്ടതിന് ഈ മാധ്യമ പ്രവർത്തകനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് നടി ഖുഷ്ബു. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ സംഭാഷണം ഇപ്പോൾ പുറത്തുവിടുന്നില്ല. ഖുഷ്ബു കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നതിനാൽ തന്നെ ആ ഓഡിയോ സംഭാഷണം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല താനും. ഏതായാലും ഈ ഓഡിയോ സംഭാഷണത്തിൽ ഖുഷ്ബു പറഞ്ഞു വെക്കുന്നത് തന്നെ BJP ഇപ്പോൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. BJP തന്നെ ഒരു പരിപാടിക്കും ക്ഷണിക്കുന്നില്ല, ഇനി ക്ഷണിക്കുന്നതാവട്ടെ അവസാന സമയത്താണ്. അവസാന സമയത്ത് ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും പരിപാടിയിലൂടെ അവരോട് എൻഗേജ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് തന്നെ എന്നെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് BJP-യുടെ പരിപാടികളിലൊന്നും പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ BJP ഖുഷ്ബുവിനെ സൈഡാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. 2021-ൽ BJP വലിയ പ്രതീക്ഷകളോടെ 1000 ലൈറ്റ് എന്ന മണ്ഡലത്തിൽ നിന്ന് 2021-ലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിരുന്നു. അവിടെ DMK സ്ഥാനാർത്ഥിയോട് 32,000-ൽ പരം വോട്ടുകൾക്കാണ് ഖുഷ്ബു പരാജയപ്പെട്ടത്. പിന്നീട് അണ്ണാമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിന്റെയൊക്കെ പേരിൽ ഖുഷ്ബുവിനെ BJP പതിയെ സൈഡാക്കുന്നു. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് ഖുഷ്ബുവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അണ്ണാമലയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാകും അണ്ണാമലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും ഖുഷ്ബുവിന് അത്ര പരിഗണന നൽകാത്തതും. ഏതായാലും ഖുഷ്ബു ഇപ്പോൾ തന്നെ BJP മൈൻഡ് ചെയ്യാറില്ല എന്നുള്ള പരിഭവവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.